ഓണമൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും മേമയൊക്കെ തന്നേച്ച് കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായതാണ് കോവയ്ക്ക. മൊത്തം വീട്ടിൽ നിന്നല്ല, പകുതി മേമയുടെ വീട്ടിൽ നിന്നും കൂടിയാട്ടോ. കുറേ നാളായി കോവയ്ക്ക ഉപ്പേരിയൊക്കെ കഴിച്ചിട്ട്. ഇപ്പോൾ ഈ അടുത്ത് കഴിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടല്ലോ, മുക്കാലും പഴുത്തതായിരുന്നു. പഴുത്തത് മീൻസ് അതിൻ്റെ ഉൾഭാഗം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് കളർ പോലെ വരില്ലേ, അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാനായിട്ട്. കാരണം ചെറിയൊരു പുളിപ്പ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ കളറില്ലാത്ത അധികം മൂക്കാത്ത കോവയ്ക്കാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് കഴിക്കാനും ടേസ്റ്റ് തോന്നാറേ. അപ്പോൾ അതേ ഞാൻ പഴുത്തത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലത് മാത്രം എടുക്കും, ബാക്കി കുറേ കാട്ടിക്കളഞ്ഞു. ഇത്രയും തന്നെ നല്ല മൂത്തത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വയലറ്റ് മുളക് ഇരിക്കുന്നുണ്ടല്ലേ, അത് എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ. ഒരു പ്രാവശ്യം വലിയമ്മ എനിക്ക് എൻ്റെ പച്ചമുളക് പഴുത്ത് തന്നിട്ട്, എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചിട്ടാ, ഞാനത് കുരുപാവി തൈകൾ കുറേ ഉണ്ടായിരുന്നു. അത് ഇവിടെയും അടുത്ത വീട്ടിലുള്ളവർക്കും പിന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടത്തെയൊക്കെ പോയി, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു കട പിടിച്ച് കിട്ടി. ഇപ്പോൾ അതുമ്പോൾ നിറച്ച് മുളകുണ്ട് കേട്ടോ. നല്ല എരിവാണ്, അതേപോലെ തന്നെ പ്രത്യേക സ്മെല്ലാട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അമ്മ കുറച്ച് ഇഞ്ചിയും അതേപോലെ വീട്ടിലുണ്ടായതാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. പിങ്ക് അതിൻ്റെ പുറം ഭാഗം കണ്ട ഒരു പിങ്ക് അല്ല, ഒരു വയലറ്റ് പോലത്തെ കേട്ടോ. ബാക്കിയെല്ലാം യെല്ലോ കളറല്ല ആവാറ്, പക്ഷെ ഉള്ളിൽ സാധാ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് തന്നെ കേട്ടോ. പിന്നെ മേമയുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയും തക്കാളിയും അതുപോലെ ഈ പഴം കണ്ട ചെങ്കതളി എന്നാണ് പറയാൻ തോന്നുന്നു, അതൊക്കെ തന്നു വിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം സദ്യയൊക്കെ കഴിച്ച് ഒരുവിധം ഓണത്തിൻ്റെ കറികളെല്ലാം മൊത്തം കാലിയായില്ലെങ്കിലും കുറച്ചൊക്കെ കേടാവാത്തൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഒരു കഴിച്ച് മടുത്തപ്പോൾ ഒരു ഉപ്പേരി വെറൈറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഗ്രഹം കൊണ്ട് കൊതിമൂത്ത് ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയെന്നോ കോവയ്ക്ക തോരനെന്നോ കോവയ്ക്ക ഉപ്പേരിന്നോ എന്ത് വേണേലും പറയാം. സാധാരണ ഞങ്ങൾ കോവയ്ക്ക വാട്ടിയെന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് നാലാക്കി നുറുക്കിയിട്ട് അരിഞ്ഞെടുക്കാനാണ് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിങ്ങനെ വെറുതെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ആക്കാറുണ്ട്. പിന്നെ കോവയ്ക്ക കൊണ്ട് ഒരു പാൽക്കറി വയ്ക്കും, മീൻ കറി വെപ്പെന്ന് പറയാം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. അതിനെ കോവയ്ക്കും മാങ്ങ അല്ലെങ്കിൽ കുടപ്പുളിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ആക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ കോവയ്ക്ക കൊണ്ട് എന്തൊക്കെ വെറൈറ്റി കറികൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഞാൻ ഇതുപോലെ അരിയാണ്. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് നാളായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവും. എന്നും വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചില സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാറില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ പനിയായിരുന്നു, അപ്പോൾ ഒരു കാര്യത്തിന് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ പിന്നാലെ തന്നെ നിൽക്കണം കേട്ടോ. പിന്നെ ഞാൻ അധികം മൂക്കാത്ത കിളുന്ത് നോക്കിയിട്ട് കൊടുക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാട്ടാ 3-4 എണ്ണം. ഈ ഒരു 4 എണ്ണം തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. അത് മതി അവന്. അപ്പോൾ കോവയ്ക്കുപ്പേരി ഇപ്പോൾ ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ കൊടുക്കു സ്കൂളിൽ പോയി. അവനെ ഓണം കഴിഞ്ഞ് 2 ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം ക്ലാസ് തുറന്നു. പിന്നെ കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട്, അത് കാരണം സമയം പോകും. അപ്പോൾ അവൾ കാലത്ത് ഞങ്ങൾ ഇഡ്ഡലിയായിരുന്നു ഉണ്ടാക്കിയത്, അവളതൊന്നും കഴിച്ചില്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉഴുന്നോടെ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മാവ് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പം വരില്ലെന്ന്. ബാക്കി ഒരു 2-3 ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അപ്പോൾ അതിന് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് അവൾക്ക് ഉഴുന്നുവട ഇഷ്ടം കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കാം. ഉഴുന്നുവടയുടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസത്തേക്ക് ഇരുന്നപ്പോഴാണ് മാവ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ ഉഴുന്നുവട. എന്താണെന്നറിയില്ല, അത് കുറച്ചധികം സമയം നേരം ഇരുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പക്ഷെ ഇങ്ങനെ പുളിപ്പൊന്നുമില്ല കേട്ടോ. ചിലത് പിറ്റേ ദിവസത്തേക്ക് മാവിരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ വന്നുണ്ടാവും. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരുന്നുണ്ട്.
നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തേക്ക്. അതേ ഒരെണ്ണം ഞാൻ ഇട്ടപ്പോൾ പ്രത്യേകിച്ച് അതിന് ഓട്ടയൊന്നും വീഴാണ്ടാണ് വന്നത്. അപ്പോൾ അതേ പുറം ഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം ക്രിസ്പിയാണെന്ന്. കണ്ട നല്ല കറുകറുമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്നത്തേക്ക് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ അതേ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് കുറച്ച് ഭംഗിയിലുള്ളത് ഇരുന്നോട്ടെ എന്ന് ഇരുന്നിട്ട് ഓട്ടയൊന്നും ഇല്ലാത്തത് ഞാനെടുത്തു. അപ്പോൾ അതേ അതും അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. തരാം. കണ്ട ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്താ ഒട്ടും കനല്ല, നല്ല പുറം ഭാഗം നല്ല മുരുമുരുവാണ് കേട്ടോ. അപ്പോൾ ഉള്ളുവടേൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞാറ്റയ്ക്ക് ഉള്ളുവടയും ചമ്മന്തിയും കൂടി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കോവയ്ക്ക ഞാൻ ഇതേമാതിരി കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലോറും ഒരു തുണ്ട് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ മീനൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം. ഇതാ നമുക്ക് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതേ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ സബോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഉള്ളി നന്നാക്കി അരിയാനുള്ള മടി കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് സബോള അരിഞ്ഞതും പിന്നെ നമ്മുടെ വയലറ്റ് മുളകില്ലേ നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ ചേർത്താൽ മതി. ചിലർക്ക് മഞ്ഞളുടെ കുത്തൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു കളർ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഒരു നുള്ള് മുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ കോവയ്ക്കാനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ കോവയ്ക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചില കറികളിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കും. അത് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പിന്നെ നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇങ്ങനൊരു പാത്രം വെച്ച് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉച്ചക്കേക്കുള്ള ഫുഡാട്ടോ. അപ്പോൾ അതിനിടയിൽ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അതേ പപ്പടം ഉണ്ട്. ഓണത്തിന് വാങ്ങിച്ച പപ്പടം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോൾ പപ്പടത്തിൻ്റെ ആ പോളപ്പൊക്കെ മാറി ടേസ്റ്റൊക്കെ പോകില്ലേ. എന്നുവെച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് പപ്പടം കൂടി വറുക്കാം കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. അതേ പപ്പടം വറുത്ത് വെച്ച് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയത് ഇപ്പോൾ 2 നേരത്തേക്ക് ഉണ്ടാവും. വൈകുന്നേരത്തേക്കും കൂടി ഉണ്ടാവേ. എളുപ്പം പണികൾ കഴിയുമല്ലോ. ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. സാധാരണ ഞങ്ങൾ 1 മണി അല്ലെങ്കിൽ 1:30 ആ ടൈമിനുള്ളിൽ ഞങ്ങളുടെ ഫുഡിങ് കഴിഞ്ഞിട്ടുണ്ടാവേ. ഇനിയിപ്പോൾ അതാ പപ്പടം വറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൽ പപ്പടക്കാരൻ വരാറുണ്ട് കേട്ടോ. പപ്പടം കൊണ്ടൊരു ചേട്ടൻ വരാറുണ്ട്. പപ്പടം മാത്രമല്ല പപ്പടവും തൈരും കൊണ്ടാട്ടവും അതേപോലെ ഇങ്ങനെ എന്താ ചക്രം പോലത്തെ വറുക്കുന്ന ഒരു സാധനമില്ല, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, അതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് പപ്പടം വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇത് കൊണ്ടാട്ടമുളക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാ നമ്മുടെ ജൂലൈയിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ വാങ്ങിച്ചതാ കൊണ്ടാട്ടമുളക്. അപ്പോൾ ഇതിവിടെ കേടാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് വെച്ചേക്കാന്ന് തോന്നിയിട്ടാ. ചിലപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നും, അപ്പോൾ ചെയ്യും. അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്ന് പോകത്തേ ഉള്ളൂ കേട്ടോ. അതേ കൊണ്ടാട്ടമുളകിനെ നമ്മളൊരു പാത്രത്തിലേക്ക് അടച്ച് വെച്ച് ഇതിൻ്റെ പപ്പടം ചൂടാറിയപ്പോൾ നമ്മുടെ കയ്യിൽ പായസത്തിൻ്റെ ഒക്കെ കണ്ടെയ്നറുകൾ കുറേ ഇതേപോലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പപ്പടം ഇട്ട് വെക്കാം കേട്ടോ. ഓണത്തിന് എൻ്റെ കറികളൊക്കെ ഇങ്ങനത്തെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ നമ്മൾ. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എളുപ്പം പണി കഴിയേ. കുറേ പാത്രമുണ്ട്. ഇത് ഉപയോഗിച്ച് ഒരുവിധം കളർ മാറുന്നതനുസരിച്ച് ഞാനത് മാറ്റി. ആദ്യമൊന്നും ഉപയോഗിക്കാറേ ഇല്ല, കളയാട്ടോ ചെയ്യാറ്. ഇപ്പം അത് കളയില്ല, അങ്ങനെ എടുത്ത് വയ്ക്കും. പിന്നെ അതാ നമ്മുടെ കോവയ്ക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തീ ഞാൻ പതുക്കനെ സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുറച്ച് വെച്ചിട്ടാട്ടാ ഞാൻ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം വിട്ടുപോയി ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോയാവും. അത് കാരണം കുറച്ചാണ് വെക്കാറ്. ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചെരുകിയതുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രസമാട്ടോ. ചില തോരനിൽ നാളികേരം ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല നാളികേരമൊക്കെ ചേർക്കുന്നത്. നാളികേരം ഇഷ്ടമുള്ളവരും നാളികേരമൊക്കെ ധാരാളം കിട്ടുന്നവരുണ്ടെങ്കിൽ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ചിലർ കറികളിൽ തേങ്ങയൊക്കെ ഉള്ള കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പരമാവധി തേങ്ങാപ്പാലൊക്കെ ഉപയോഗം കുറയ്ക്കുന്നവരുണ്ടാവുമല്ലോ. ഇനി ഇതാ ആ തേങ്ങ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിതാ ഒരു മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് ഈ കുറച്ച് പച്ചമുളകും സബോളയും ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സാക്കി വെക്കാമെന്ന് വെച്ചു. കഴിക്കണ നേരത്ത് അത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലെന്ന് ചൂടോടുകൂടി മുട്ട ഫ്രൈ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ മിക്സാക്കിയിട്ട് അവിടെ വയ്ക്കും, കഴിക്കണ നേരത്താക്കും. പിന്നെ അത് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ബാക്കി വന്ന പായസം കേട്ടോ, പഴം പായസമാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാക്കി പതുക്കനെ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഒരുവിധം നമ്മുടെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇരുന്നതാട്ടോ. അങ്ങനെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോവയ്ക്കയുടെ ഒന്നും കൂടി നമ്മൾ തുറക്കാണ്. അപ്പോൾ അതേ കാണുമ്പോൾ തന്നെ അറിയാം വെള്ളമൊക്കെ വറ്റി നന്നായി വളർന്ന് കിട്ടിയിട്ടുണ്ട് കോവയ്ക്ക. അല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഫുഡ് കഴിക്കേ വേണ്ടു. അപ്പോൾ കുഞ്ഞായിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റേനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈയും പപ്പടവും ഇന്നലത്തെ ചെമ്മീൻ ഫ്രൈയുടെ 2 കഷ്ണം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളകും നാരങ്ങച്ചാറ്, പിന്നെ ഓണത്തിൻ്റെ ബാക്കി വന്ന അവിയൽ കറിയുണ്ട്. അതൊക്കെ കൂട്ടി ഒരു നാടൻ ലഞ്ച് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇതേപോലെ നാടൻ ഫുഡുകൾ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചോ? എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും കറികൾ ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.